ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഇറാൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈ മാസം മെയ് 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ കുറേ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. എനർജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അപ്കമിങ് മാസങ്ങളിൽ ഷോർട്ടേജ് വരാതിരിക്കാൻ എന്ത് തരത്തിലുള്ള നടപടികൾ എടുക്കണം, അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ ഒരു വിസിറ്റ്. അതിനോടൊപ്പം യൂറോപ്യൻ യൂണിയൻ പ്രൈം മിനിസ്റ്റർ മോദിയെ ക്ഷണിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ നോർഡിക് സബ്മിറ്റ് എന്ന് പറയുന്നത് നോർവേയിൽ ഓസ്ലോയിൽ വെച്ച് നടക്കുന്ന ഒരു സബ്മിറ്റാണ്. അപ്പോൾ ആ സബ്മിറ്റിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പം ഇറാൻ അമേരിക്ക ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ചാൻസ് ആയിട്ട് പാകിസ്ഥാനെ വെച്ചിട്ട് ഒരു തവണ കൂടി ശ്രമം നടത്തുകയാണ്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീണിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ്റെ ഉള്ളിൽ RC-136 എന്ന് പറഞ്ഞ ഇറാനിയൻ കാർഗോ വിമാനത്തിന് പാകിസ്ഥാൻ താവളം ഒരുക്കിയതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതായത് മീഡിയേഷന് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യത്തിലും പാകിസ്ഥാൻ ഇറാൻ്റെ വിമാനങ്ങളെ സംരക്ഷിച്ചു എന്നുള്ള തരത്തിലാണ് അമേരിക്ക ഇപ്പം ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പം പാകിസ്ഥാൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഇപ്പം അവർ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയിൽ അമേരിക്കയെ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം വൈറ്റ് ഹൗസിലേക്ക് തുരുതുര വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ ഒരുപാട് ഏജൻസി ഉണ്ട്, ലോബി ഏജൻസി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 62 പ്രാവശ്യം വൈറ്റ് ഹൗസിലേക്ക് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന് വേണ്ടിയിട്ട് ലോബിയിങ് നടത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ, അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ തന്നെ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കാനും അവർക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാനും വൈറ്റ് ഹൗസിനെ ചുറ്റിപ്പറ്റിയ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ. അങ്ങനെ ഇറാൻ്റെ കാർഗോ വിമാനത്തിന് സംരക്ഷണം ഒരുക്കി എന്നുള്ള നിലയിലുള്ള ആരോപണത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്ക പാകിസ്ഥാൻ്റെ മേളിൽ ഒരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് മീഡിയേഷൻ ശരിയായില്ല, നിങ്ങൾ നടത്തിയ മീഡിയേഷനിൽ നിങ്ങൾ കുറച്ചുകൂടെ സത്യസന്ധത പുലർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ എത്തിക്കുന്ന മെസ്സേജുകൾ, അമേരിക്കയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഇറാന് കൈമാറുന്നുണ്ടോ എന്നുള്ള വിഷയത്തിൽ ഇപ്പോൾ ഡൗട്ട് വരെയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇറാൻ്റെ പക്കൽ നിന്നും അമേരിക്കൻ മെസ്സേജുകൾക്ക് മറുപടി കിട്ടുന്നതിൽ ഒരുപാട് കാലതാമസം ഏർപ്പെടുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ ഏർപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ അടുത്ത് ഉന്നയിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. അപ്പം ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ കളികളാണ്. പിന്നെ ചില വിഷയങ്ങളിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക എപ്പോഴും ഒരു വിഷയം പരാജയപ്പെടുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തിരുന്ന രാജ്യത്തിനെതിരെ തിരിയുന്നത് സ്വാഭാവികമാണ്. ഈ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാന് ഒരു പേരുദോഷം വരുന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്ന വിഷയമാണ്. അത് അമേരിക്കയുടെ സ്വഭാവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇന്ത്യക്കുള്ളിൽ പ്രൈം മിനിസ്റ്റർ മോദി പ്രഖ്യാപിച്ച ചില നിയന്ത്രണങ്ങൾ, ചില ഉപദേശങ്ങൾ, സ്വർണം വാങ്ങിക്കരുത്, അതുപോലെ തന്നെ എനർജി വളരെ സൂക്ഷിച്ച് ചിലവാക്കണം, വർക്ക് ഫ്രം ഹോം എടുക്കണം, വിദേശ യാത്രകൾ ഒഴിവാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ നമ്മളൊരു ബ്രീഫ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ വീഡിയോ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പലരും ഇന്ത്യക്കുള്ളിൽ റോങ് ഇൻ്റർപ്രിട്ടേഷൻ. കാരണം പ്രതിപക്ഷ നേതാവ് ഇന്നാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. പുള്ളിയുടെ പ്രതികരണത്തിനെ തുടർന്ന് മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയ എല്ലാം തന്നെ അത് ഇന്ന് ഇന്ത്യക്കുള്ളിൽ എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ. കേരളത്തിൽ ഇതെപ്പോഴും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അത് വിമർശിക്കപ്പെടും, കുറച്ച് ലേറ്റായിട്ടെങ്കിലും വിമർശിക്കപ്പെടും. കാരണം വിഷയത്തിന് പൊളിറ്റിക്കൽ മാനദണ്ഡമുണ്ട്. കാരണം ഇത് വലിയ രീതിയിൽ പെരുപ്പിക്കാൻ പറ്റും. ഇപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇന്ത്യയെ ഇത്രയും കാലം ഭരിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് വിഷയങ്ങളിലേക്ക് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇനിയും എക്സൈസ് ഡ്യൂട്ടി തീരുവയിൽ ഒരു 10 രൂപ കൂടി കുറയ്ക്കേണ്ടി വരും ഫ്യൂവലിന്. അങ്ങനെ കുറച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള സാഹചര്യമാണ്. കാരണം എണ്ണ വില ഒരു ബാരലിന്, ക്രൂഡ് ഓയിലിന് ഒരു ബാരലിന് $127 എത്തിയിരിക്കുകയാണ്. ഇപ്പം അത്തരത്തിൽ ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണ വില ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദിയുടെ പ്രഖ്യാപനത്തിനെ തുടർന്ന് ഇന്ത്യക്കുള്ളിലുള്ള പർച്ചേസിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വർണ്ണവില കുറയും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പൊതുജനങ്ങളുടെ ഇടയിൽ. പക്ഷെ അതിനെ തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്ന് വീണ്ടും സ്വർണ്ണവിലയിൽ ഒരു പവന് 1400 രൂപയ്ക്ക് മേളിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് പ്രൈസ് ഉയർന്നുകൊണ്ടിരിക്കും, അതാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധസമാനമായ സാഹചര്യം, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്, ലോകത്ത് ഇപ്പം നിലനിൽക്കുന്ന ഒരു ക്രമം, ആ ക്രമം അനുസരിച്ച് വില വർധനവാണ് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ
ക്രൂഡ് ഓയിലിൻ്റെ വില താഴേക്ക് വരും, സ്വർണ്ണ വില ഉയരും. പക്ഷേ ഇപ്പം നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയും വർദ്ധിക്കുന്നുണ്ട്, സ്വർണ്ണ വിലയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം പെട്രോളിയം മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 60 ദിവസത്തേക്കുള്ള ഫ്യൂവൽ നമ്മളുടെ പക്കലുണ്ട്, 60 ദിവസത്തേക്കുള്ള നാച്ചുറൽ ഗ്യാസ് നമ്മളുടെ പക്കലുണ്ട്, റിസർവ്ഡ് ആണ്. 45 ദിവസത്തേക്കുള്ള LNG നമ്മുടെ പക്കലുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ നമ്മളുടെ സൈഡിൽ സെക്യൂറാണ്. അപ്പം നമുക്ക് ഫ്യൂച്ചറിൽ ലോഡുകൾ, നമുക്ക് വരേണ്ട ലോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും നമ്മൾ ഇറാൻ്റെ അടുത്ത് സംസാരിക്കേണ്ട വിഷയങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ സപ്പോർട്ടോടുകൂടി കുറച്ച് വെസലുകളൊക്കെ നമ്മൾ ഇന്ത്യയിലേക്ക് റൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭീഷണിയൊന്നുമില്ല. പിന്നെ മറ്റൊരു വിഷയം, ഈ വിഷയത്തെ സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിച്ചത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് പോലത്തെ ഗ്ലോബൽ വ്യാപാരത്തെ, ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന സ്ഥലങ്ങളൊക്കെ നീണ്ട കാലത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരുന്നാൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള പ്രതിവിധിയാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞതായിട്ട് നമുക്ക് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിനെ പൊളിറ്റിക്കലി പലതരത്തിലും വ്യാഖ്യാനിക്കാം. പല പാർട്ടികളും പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് തുറന്നു പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആകെക്കൂടി ഇന്ദിരാഗാന്ധി 1967 ഇതേ മാതൃകയിൽ സ്വർണം മേടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് അന്ന് ഫോറിൻ റിസർവ് കരുതൽ ശേഖരം കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ കൺസേൺ രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്വർണം വാങ്ങിക്കുന്നത് കുറയ്ക്കണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞു വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നരേന്ദ്രമോദിയാണ് ഇത്തരത്തിലുള്ള ഒരു ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇതൊരു ഉപദേശമാണ്, അല്ല സർക്കാരിൻ്റെ നിലവിലത്തെ സ്റ്റേറ്റസ് അല്ല പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മിഷൻ എനർജി സെക്യൂരിറ്റി എന്നൊരു ക്യാമ്പയിനുമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ മോദി ഇത്തവണ ഒരു 5 രാജ്യങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമേ തന്നെ മെയ് 15-ാം തീയതി UAE നിന്ന് തുടങ്ങും. അബുദാബിയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായിട്ട് മീറ്റിംഗ് നടത്തും. ആ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിലേക്കുള്ള എനർജി സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും നടത്തുക. രണ്ടാമത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ UAE ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത്. ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഇൻഫർമേഷൻസ് ഇതിൽ കൈമാറും എന്നാണ് പറയപ്പെടുന്നത്, പ്രത്യേകിച്ച് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. കാരണം അബുദാബി എണ്ണ കമ്പനിക്ക് ഇന്ത്യക്കുള്ളിൽ ബാംഗ്ലൂരിൽ ക്രൂഡ് ഓയിൽ റിസർവ് ടാങ്കുകളുണ്ട്. അവിടെ നമ്മൾ അബുദാബി അവിടെ എണ്ണ ശേഖരിക്കുന്നുണ്ട് ഇന്ത്യക്കുള്ളിൽ. ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ്, പക്ഷേ ജോയിൻ്റ് ആണ്. അബുദാബിയും അതായത് UAEയും ഇന്ത്യയും കൂടി ജോയിൻ്റ് ആയിട്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. പലരും ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉപദേശങ്ങളെ വളച്ചൊടിച്ച് അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വാർത്തയാക്കുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രധാനമായിട്ട് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ പറയപ്പെടുന്നുണ്ട്. പലരും പറയുന്നത് വെച്ചാൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല, ഇന്ത്യ ഭയങ്കര ക്രൈസിസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതുപോലെയുള്ള ഉടായ്പകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. ഇതൊക്കെ ഉടായ്പകൾ മാത്രമാണ്, ഉടായ്പെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫാക്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ചെറിയ രാജ്യങ്ങൾക്ക് വരെ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതൊന്നും തന്നെ അവർ പിൻവലിച്ചിട്ടില്ല. 2000 നിക്ഷേപം നടത്തിയ കമ്പനികളൊക്കെ ഉണ്ട് ഇവിടെ ഇന്ത്യക്കുള്ളിൽ, ഇപ്പോഴും പിൻവലിക്കാതെ അതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോവറൈൻ ഫണ്ടുകൾ, പല രാജ്യങ്ങളുടെയും സോവറൈൻ ഫണ്ടുകൾ ഇപ്പോഴും ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ പോലത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കൊടുക്കുന്ന വേറൊരു മാർക്കറ്റ് ഇപ്പോൾ ഇല്ല. നിങ്ങൾ ചൈനയുടെ ഗ്രോത്ത് എടുത്ത് നോക്കൂ, ചൈനയുടെ ഗ്രോത്ത് പെർസെൻറ്റേജ് എടുത്ത് നോക്കൂ, വളരെ കുറവാണ്. അത് വലിയ രീതിയിൽ വലിയൊരു എക്കോണമിയാണ് ചൈന, പക്ഷെ അവിടെ ഗ്രോത്ത് എത്രയാണ്? നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ഫണ്ടിന് കിട്ടാൻ പോകുന്ന ഗ്രോത്ത് റേറ്റ് എത്രയാണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് 6% മുകളിലാണ്. അത് പലരും ഇപ്പോൾ ഇനി 5% കൂപ്പുകുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറും ബെഡായാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ വർഷത്തെ ഫിസിക്കൽ ഇയർ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. 2026-27 ഫിസിക്കൽ ഇയർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തരത്തിലും നമ്മളുടെ ഓവറോൾ ഗ്രോത്തിനെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് വളരെ ബോൾഡായിട്ടുള്ള നീക്കങ്ങൾ എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്ത് കൂടുതൽ ചിലവാക്കാണ്ട് എനർജി മേഖലയിലും അതുപോലെ തന്നെ ഗോൾഡ്, എനർജി, ടൂറിസം ഇതൊക്കെ തന്നെ കുറച്ച് ഡൊമസ്റ്റിക്കലി അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ ടൂറിസം നിങ്ങൾ പുറത്തേക്ക് പോകണം എന്നില്ല, ഇന്ത്യക്കുള്ളിൽ തന്നെ പല സ്റ്റേറ്റുകളുണ്ട്, നമ്മൾ ഇതുവരെ സന്ദർശിക്കാത്ത പല സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ സന്ദർശിക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെ. ഇപ്പോൾ ഡൊമസ്റ്റിക് റവന്യൂ അതിലൂടെ ബൂസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിവിധികളാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി ഈ 5 രാജ്യങ്ങളാണ് ഇത്തവണത്തെ വിസിറ്റിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ UAEയിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. UAEയുടെ FDI ഇന്ത്യക്കുള്ളിൽ $3.66 ബില്യൺ ഉണ്ട്.
UAE ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യക്കുള്ളിൽ. അത് ഇതുവരെ പിൻവലിച്ചിട്ടൊന്നുമില്ല. അത് കുറേ വർഷങ്ങളായിട്ട് ഈ എമൗണ്ട് ഇന്ത്യക്കുള്ളിൽ തുടരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഗ്രാജുവലി ഇൻക്രീസ് ആകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 4.5 മില്യൺ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് UAEയിലുള്ളത്. ഈ യുദ്ധത്തിൻ്റെ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് UAEയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഫേക്ക് ന്യൂസ് വളരെ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പല യൂട്യൂബേഴ്സും ഈ റോങ് വാർത്ത എടുത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനൊരു സംഗതി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. UAEയിൽ നിന്നും നിലവിൽ ഇന്ത്യൻ സിറ്റിസൺസിനെ ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങളും ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി അടിവരയിട്ട് പറയുന്നുണ്ട്. രൺധീർ സിംഗ് ജയ്സ്വാൾ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. UAE ഇന്ത്യയുടെ 4ാമത്തെ ലാർജസ്റ്റ് LNG സപ്ലയറാണ്. അതേപോലെ LPGയും. അതായത് ഇന്ത്യയുടെ 40% ഡൊമസ്റ്റിക് LNG നീഡിനെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് UAE. അതുപോലെ ഇന്ത്യൻ കമ്പനികൾ $1.2 ബില്യൺ വർത്ത് വരുന്ന നിക്ഷേപം UAEയിലെ എണ്ണ കമ്പനികളിൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ നിക്ഷേപം സക്കും ഓഫ്ഷോർ ബ്ലോക്ക്, അതുപോലെ തന്നെ അബുദാബി ഓൺഷോർ ബ്ലോക്ക് 1, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെത്തിയ എണ്ണശേഖരമാണ്. അവിടേക്ക് വരെ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഗിവ് ആൻഡ് ടേക്ക്, മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന 2 രാജ്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ മോദി നെതർലാൻഡിലേക്കാണ് പോകുന്നത്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ റോബ് ജെറ്റൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയെ. അതുപോലെ തന്നെ അവിടുത്തെ കിങ് വില്യം അലക്സാണ്ടർ, അതുപോലെ അവിടുത്തെ ക്വീൻ മാക്സിമ, ഇവർ രണ്ടുപേരെയും മീറ്റ് ചെയ്യുമെന്നും കൂടി പറയുന്നുണ്ട്. ഡിഫൻസ്, സെക്യൂരിറ്റി, ഗ്രീൻ ഹൈഡ്രജൻ, അവിടെയും എനർജിയുടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. ഗ്രീൻ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നെതർലാൻഡിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇറിഗേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡീപ്പ് സ്റ്റഡി നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. നെതർലാൻഡിൻ്റെ FDI ഇന്ത്യക്കുള്ളിൽ $55.6 ബില്യൺ ഉണ്ട്. നെതർലാൻഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യക്കുള്ളിൽ. ഇതാരും പിടിച്ചു പറിച്ചങ്ങ് എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല. അമേരിക്കയുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഫണ്ടുകളൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ കഥകളൊക്കെ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇന്ന് പ്രാക്ടിക്കലാണ്. ഒരു ഗ്രോത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട്, ഇനിയും ഗ്രോത്ത് അഷുറൻസ് കൊടുത്തിരിക്കുന്ന ഫണ്ട്, സ്ഥിരമായിട്ട് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ട് ആരും അങ്ങനെ പിൻവലിച്ചുകൊണ്ട് പോവില്ല. അവർ കുറച്ച് ഒബ്സർവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കും. അങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഇന്ത്യയിൽ ക്രിയേറ്റ് ആയിട്ടില്ല ഇതുവരെ. അതുപോലെ നെതർലാൻഡുമായിട്ടുള്ള ബൈലേറ്ററൽ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ $27.8 ബില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ മോദി പോകുന്നത് സ്വീഡനിലേക്കാണ്. പ്രൈം മിനിസ്റ്റർ ഉൾഫ് ക്രിസ്റ്റൻസനുമായിട്ട് മീറ്റിംഗ് നടത്തും. സ്വീഡൻ്റെ FDI നമ്മളുടെ അടുത്ത് ഒരു $3 ബില്യൺ ഉള്ളത്. അതുപോലെ തന്നെ സ്വീഡനുമായിട്ടുള്ള ട്രേഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ $8 ബില്യൻ്റെ ട്രേഡ് ഇന്ത്യയും സ്വീഡനും തമ്മിലുണ്ട്. അത് പുതിയ ഗ്രീൻ എനർജി സ്റ്റാർട്ടപ്സ്, അതേപോലെ തന്നെ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സ്പേസ് സെക്ടറിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് സ്വീഡൻ. അപ്പം ഈ മേഖലകളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് സംസാരിക്കും. അവിടെ വെച്ചിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷണർ ഉർസല ഫോൺ ഡർ ലൈനെയും മീറ്റ് ചെയ്യും സ്വീഡനിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് 19-ാം തീയതി നോർവേയിലെത്തും. നോർവേയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നോർഡിക് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓസ്ലോയിൽ വെച്ച് നടക്കുന്ന ആ മീറ്റിങ്ങിൽ പങ്കെടുക്കും. അവിടെ വെച്ചിട്ട് നിരവധി നാറ്റോ രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നേതാക്കളെ കണ്ട് സംസാരിക്കും എന്നാണ് പറയുന്നത്. നിരവധി രാജ്യങ്ങളുടെ പേര് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോർവീജിയൻ പ്രൈം മിനിസ്റ്റർ ജോനാസിനെ മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ കിങ്ങും ക്വീനൊക്കെ ഉണ്ട്. കിങ് ഹറാൾഡ്, അതേപോലെ ക്വീൻ സോഞ്ച, ഇവർ രണ്ടുപേരെയും മീറ്റ് ചെയ്യുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. $28 ബില്യനാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നോർവേ സൊവറൻ ഫണ്ടിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനുള്ള ഗ്രോത്ത് നോർവേക്ക് കിട്ടുന്നുമുണ്ട്. ഈ നോർവേയുടെ സോവറൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വയസ്സായ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നതെല്ലാം ഈ ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ ഈ ഫണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത് നോർവേക്ക് വളരെ അനിവാര്യമാണ്. കാരണം നോർവേയിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ പെൻഷൻ ഫണ്ടുകളും അതേപോലെ ജോലിയില്ലാതിരിക്കുന്ന ചെറുപ്പക്കാർക്ക് കിട്ടുന്ന സ്റ്റൈഫൻറ്റും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സോവറൻ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. ഈ സോവറൻ ഫണ്ട് അവരെങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഭീമമായ ടാക്സ് സിസ്റ്റം ഉണ്ട്. യൂറോപ്പിലൊക്കെ 40%, 48% ഒക്കെ ടാക്സ് ഉണ്ട്. ഈ ടാക്സ് മണി ജോലിക്കാരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് അവർ ഇതിൽ നിന്നുമാണ് സോവറൻ ഫണ്ട് സെഗ്രിഗേറ്റ് ചെയ്ത് പല രാജ്യങ്ങളിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നോർഡിക് സബ്മിറ്റിൽ കുറേ രാജ്യങ്ങളുടെ നേതാക്കൾ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ, നോർവേ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് ഹൈഡ്രജൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഡിസ്കഷൻസ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി MOUകൾ സൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്.
അത് കഴിഞ്ഞാൽ 20-ാം തീയതിയാണ് ലാസ്റ്റ് മീറ്റിംഗ്. അത് ഇറ്റലിയിലേക്കാണ്. ഇറ്റലിയിലെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയുമായിട്ട് ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ്റെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഓൾറെഡി തന്നെ കഴിഞ്ഞ ലാസ്റ്റ് ജനുവരി 26-ന് യൂറോപ്യൻ യൂണിയൻ്റെ ചെയർപേഴ്സൺസ് ഒക്കെ വന്ന് ഇവിടെ സൈൻ ചെയ്ത് പോയതാണ്. ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത് എളുപ്പത്തിൽ പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റലിയിൽ നിന്നും തടസ്സങ്ങളൊന്നും നേരിടാത്ത രീതിയിലുള്ള ഒരു ചർച്ച. കാരണം ഇറ്റലിയും ഇന്ത്യയും തമ്മിൽ ഈ ഇടയ്ക്ക് പാകിസ്ഥാനിലേക്ക് അവർ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിഫൻസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വിയോജിപ്പ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് നയതന്ത്ര തലത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത് പരിഹരിക്കാമെന്ന് അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ആ വിഷയം പ്രൈം മിനിസ്റ്റർ തലത്തിൽ സംസാരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും ജോർജിയ മെലോണിയും തമ്മിൽ ചർച്ച നടത്തി ഈ വിഷയം ഒന്ന് സ്മൂത്ത് ആയിട്ട് പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറ്റലി പാകിസ്ഥാൻ ഡിഫൻസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ഒപ്പോസ് ചെയ്തത് നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ച. ഇറ്റലിയുമായിട്ടുള്ള ബൈലേറ്ററൽ ട്രേഡ് നമുക്ക് 17 ബില്യൺ റീച്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇറ്റലിയുടെ FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3.66 ബില്യനാണ് ഇറ്റലിയുടെ ഫോറിൻ ഡയറക്റ്റ് ഫണ്ട് ഇന്ത്യക്കുള്ളിലുള്ളത്. ഞാനിവിടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഈ ഫോറിൻ ഡയറക്റ്റ് ഫണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പല സമയങ്ങളിലും ഒരു ഫിഗർ ഒന്നുമില്ലാതെ ചില ആൾക്കാർ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ വാർത്തകൾ അടിച്ചിറക്കുന്നുണ്ട്. അതായത് തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ നിന്നും എന്തോ എല്ലാവരും പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ഇന്ത്യക്ക് ആകെ കൂടി കിട്ടാവുന്ന വരുമാനം അമേരിക്കയിൽ നിന്നും അമേരിക്കൻ ജോലിക്കാർ ശമ്പളം വാങ്ങിച്ചിട്ട് ആ പൈസ ഇന്ത്യക്കുള്ളിൽ ഫോറിൻ റെമിറ്റൻസ് ഇന്ത്യക്കുള്ളിലേക്ക് അയച്ചു തരുന്ന പോലെയാണ് പലരും ഇവിടെ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. അതായത് അമേരിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ ഇന്ത്യയെ ഒരു വികലാംഗ രാഷ്ട്രം എന്നുള്ള നിലയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില വാർത്താ മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം അമേരിക്കയിൽ ശമ്പളം വാങ്ങിക്കുന്ന പരമാവധി ആൾക്കാർ അവർ മെയിനായിട്ടും അവരുടെ പൈസ മൊത്തത്തിൽ അമേരിക്കക്കുള്ളിൽ തന്നെ ചിലവാക്കാനേ ഉള്ളൂ. അവർക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വീടുകളിലേക്ക് അതും ഇവിടെ താമസിക്കുന്ന പാരൻസിൻ്റെ ചിലവിന് വേണ്ടിയിട്ട് തുച്ഛമായ പൈസയാണ് അവർ അയച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഗൾഫ് മേഖലയിൽ നിന്ന് കിട്ടുന്ന അത്രയും റെമിറ്റൻസ് പോലും അമേരിക്കയുടെ സൈഡിൽ നിന്ന് കിട്ടാറില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ അവിടെ സിറ്റിസൺസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം തന്നെ പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടിയിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ പോയിട്ട് ഈ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വാർത്തയുണ്ടല്ലോ, അത് വളരെ തെറ്റായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഇതിലൊരു വിഷയം കൂടി നമുക്ക് പറയാനുള്ളത്, അമേരിക്കയിൽ നിന്നും എല്ലാ ഇന്ത്യക്കാരെയും ട്രംപ് ജോലി നിർത്തി വീട്ടിലേക്ക് പറഞ്ഞയച്ചോ? ആ വിഷയത്തിലേക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് വാർത്തയായിട്ട് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് H-1B വിസയുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അമെൻമെൻറ്റുകൾക്ക് ട്രംപ് ശ്രമിച്ചെങ്കിലും അത് പരാജയമായിരുന്നു. ട്രംപ് ഉദ്ദേശിച്ചതുപോലെ ആ നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ചയച്ചിട്ടുണ്ട്. ഈ അനധികൃത കുടിയേറ്റക്കാർ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്കുള്ളിൽ പല IT കമ്പനികളിലും പ്രോജക്റ്റുകൾ തീരുമ്പോൾ അവർ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഹയർ ചെയ്ത ആൾക്കാരെ ഒഴിവാക്കും. ഇത് TCS പോലത്തെ കമ്പനികളിൽ, ഇൻഫോസിസ് പോലത്തെ കമ്പനികളിൽ, വിപ്രോ പോലത്തെ കമ്പനികളിലൊക്കെ സ്ഥിരമായിട്ട് നടക്കാറുള്ള പരിപാടികളാണ്. ഈ പ്രോജക്റ്റ് തീരുമ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഹയർ ചെയ്ത ആൾക്കാരെ പറഞ്ഞയക്കുക എന്നുള്ളത്. അവർ നിലനിർത്തും. 1-2 ജാവ പ്രോഗ്രാമേഴ്സിനെയും നിലനിർത്തും. അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിലനിർത്തും. ബാക്കിയുള്ള ആൾക്കാരെ, അതായത് പ്രോജക്റ്റിന് വേണ്ടി മാത്രം ഈ പ്രോജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെ അവർ പറഞ്ഞേക്കും. അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ അവർ വീണ്ടും ആൾക്കാരെ ഹയർ ചെയ്യും. ഇതൊരു സ്ഥിരം പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ IT കമ്പനികൾ തകരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം? TCS അടച്ച് പൂട്ടുന്നു, അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇൻഫോസിസ് അടച്ച് പൂട്ടുന്നു, ഓക്കെ, അപ്പോഴാണ് ശരിക്കും IT തകർച്ച എന്ന് പറയേണ്ടത്. അല്ലാതെ ഇൻഫോസിസ് ഒരു 300 പേരെ പിരിച്ചു വിട്ടു, ഒരു കാര്യമില്ല. ഒരു പ്രോജക്റ്റിൽ ചിലപ്പോൾ 1500 പേരെയൊക്കെ ഹയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ മാസീവായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. ഫേസ് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആമസോണിന് വേണ്ടിയിട്ട് ഹയർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ലൈഡാർ പ്രോജക്റ്റ് ഉണ്ട്. അതായത് ഈ വാഹനങ്ങൾ ഓട്ടോമേഷന് വേണ്ടിയിട്ട് ഡ്രൈവർലെസ് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഓട്ടോമേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രോജക്റ്റുകൾ നടത്തിയിട്ട് പലതരത്തിലുള്ള ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഈ ലൈഡാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോജക്റ്റുകളിലൊക്കെ ഒരുപാട് പേര് ഹയർ ചെയ്യും കമ്പനി. അപ്പോൾ ഈ പ്രോജക്റ്റ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ, ഇപ്പം ആമസോൺ തന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന് ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഈ എംപ്ലോയീസിനെ വെച്ചിട്ട് കമ്പനിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ പിരിച്ചുവിടും. IT കമ്പനികളുമായിട്ട് IT കമ്പനിയിൽ ജോലി ചെയ്തുള്ള അല്ലെങ്കിൽ IT കമ്പനികൾ എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ പറഞ്ഞു പരത്തുന്ന ഫേക്ക് പ്രൊപ്പഗണ്ട വാർത്തകളാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഇത്തരത്തിലുള്ള കുറച്ച് വിഷയങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. ഇസ്രായേൽ ഏത് മൊമെന്റിലും ഇറാനെതിരെ ആക്രമണം നടത്താൻ റെഡിയായിരിക്കുകയാണ്. ഒരു 5 to 6 days ആണ് ടൈം ലൈൻ.
ആ ടൈം ലൈനിനുള്ളിൽ ചൈനയുടെ സന്ദർശനം, ട്രംപിൻ്റെ ചൈന സന്ദർശനം പൂർത്തിയാകും. അതോടൊപ്പം പാകിസ്ഥാൻ്റെ ഒരു മറുപടി, ഇറാൻ എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടോ, കാരണം ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്നുള്ള തരത്തിലുള്ള മെസ്സേജാണ് പാകിസ്ഥാൻ കൈമാറിയിരിക്കുന്നത് അമേരിക്ക. അപ്പോൾ ഇതിനെ തുടർന്ന് ഇസ്രായേൽ റെഡിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ, ഞാൻ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഏരിയയിൽ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. വൻ ആക്രമണം. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് പ്രത്യേകിച്ച് കിരിയത്ത് ഷിമോന എന്ന് പറഞ്ഞ ഏരിയയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹെസ്ബുള്ള റോക്കറ്റ് ആക്രമണവും അതേപോലെ FPV ഡ്രോൺ ആക്രമണവും നടത്തുന്നുണ്ട് നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത്. അതുപോലെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ അമേരിക്കയിൽ ഒക്കൽഹാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ ഒരു ഓയിൽ റിഫൈനറി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച് നിന്ന് കത്തുകയാണ്. അതായത് യുദ്ധത്തിൽ ബന്ധപ്പെടാത്ത രീതിയിലുള്ള എണ്ണ റിഫൈനറികൾ പൊട്ടിത്തെറിക്കുന്നതിൽ ഇത് 8ാമത്തെ നമ്പറാണ്. ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ രാജസ്ഥാനിലുള്ള റിഫൈനറി പൊട്ടിത്തെറിച്ചത് ഉൾപ്പെടെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ റിഫൈനറികൾക്കെതിരെ, അതായത് യുദ്ധത്തിൽ ബന്ധപ്പെടാത്ത ഓയിൽ റിഫൈനറികൾ പൊട്ടിത്തെറിക്കുന്നതിൽ ഇത് 8ാമത്തെ ഓയിൽ റിഫൈനറിയാണ്. അമേരിക്കയിൽ ഒക്കൽഹാമ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഓയിൽ റിഫൈനറി ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. സൗത്ത് കാലിഫോർണിയ മേയറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ നിരന്തരം ചൈനയെ അനുകൂലിച്ച് ചൈന ഭയങ്കര മഹത്തരമായ രാജ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നിരന്തരം ആർട്ടിക്കിൾസ് എഴുതുന്നുണ്ട്. ആ ആർട്ടിക്കിൾ വായിച്ചു നോക്കുമ്പോൾ ഒരു പ്രോ ചൈനീസ് മേയറായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ആൻറ്റി നാഷണൽ എന്നുള്ള കാറ്റഗറിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഈ സൗത്ത് കാലിഫോർണിയ മേയറിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.